ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് റെക്കോർഡഡ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വരുന്ന ആഴ്ചകളിലേക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. എനിവേ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? മോസ്റ്റ് വോളറ്റൈൽ ആൻഡ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോളോ കണ്ടിട്ടുള്ള ഒരു വീക്കാണ് ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ടെക്നിക്കലി ബെയറിഷ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ആ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24,700 എന്ന ലെവലിന്റെ ഒക്കെ പുറത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ അതിനുശേഷം മൺഡേ ടു ഫ്രൈഡേ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഓരോ ദിവസം ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്ര വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫാൾ. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ലാസ്റ്റ് സ്വിംഗ് ഹൈയിൽ നിന്ന് 4.5% അല്ലെങ്കിൽ 4.6, 4.5% മുകളിലാണ് നിഫ്റ്റി വീണുള്ളത്. ഒരൊറ്റ ആഴ്ച കൊണ്ട് ഏകദേശം 1000 പോയിന്റിന്റെ അടുത്ത്. ഇറ്റ്സ് എ ഹ്യൂജ് ഫാൾ. കറക്ഷൻ തന്നെയാണ്. പക്ഷെ ഒരൊറ്റ ആഴ്ച കൊണ്ടൊക്കെ 4%, 5%ന്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു 5 ട്രേഡിംഗ് സെഷൻ കൊണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് 1000 പോയിന്റ് ആണ്. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എക്സ്റ്റേണലി ഇന്റേണലി ഒക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. പ്ലോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെഡ് റേറ്റ്, യുഎസിൽ ഫെഡ് റേറ്റ് 1% ഇല്ല, 0.5ന്റെ കട്ടേ വരുന്നുള്ളൂ. 2025 2 ഘട്ടമായിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു രീതിയിൽ വരുന്നത്. മാർക്കറ്റിനെ, ഗ്ലോബൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെയൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് അത് നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്നു. അവിടെ ഒരു രീതിയിലേക്ക് ആ ഫെഡ് റേറ്റിന്റെ ന്യൂസ് വന്നതിന് ശേഷം വലിയൊരു ഗ്യാപ് ഡൗൺ വരുന്നു. ഇനി അതല്ലാത്ത റീസണുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്റേണലി ഡൊമസ്റ്റിക്കലി നടക്കുന്ന കാര്യം. ഇപ്പൊ നവംബറിലെ ട്രേഡ് ഡെഫിസിറ്റ് ഇത് വളരെ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നെഗറ്റീവ്ലി ആണ് വന്നിട്ടുള്ളത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ റുപ്പി ഡോളറിന് അഗെയിൻസ്റ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അത്ര വീക്കിലാണ് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 85.8 അങ്ങനെയുള്ള ഒരു കേസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഡിസംബർ മന്തിൽ FIIs ചെറിയ രീതിയിൽ ഒരു പൊസിഷൻ ക്ലിയറിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടത്തുന്നതായിട്ട് റീസെന്റ് ഇയേഴ്സിൽ, അപ്പൊ 2020 മുതൽ ഒരു 22, 23, 24 ഈ ഒരു 3-4 വർഷത്തിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മന്തിലെ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് മൈനർ കറക്ഷൻ കാണുന്നുണ്ട്. അപ്പൊ അവർ ഈ ഒരു ക്രിസ്മസ് ഹോളിഡേ ഒക്കെ വരുന്ന സമയത്ത് FIIs പൊസിഷൻസ് ക്ലിയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടത്തുന്നതായിട്ട് മൈനർ കറക്ഷൻ മാത്രം, അത്ര മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ അതൊരൊറ്റ ആഴ്ച കൊണ്ട് 5 ട്രേഡിംഗ് സെഷൻ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് നെക്സ്റ്റ്? അടുത്തത് എന്ത്? ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബെയറിഷ് ചാനൽ അല്ലെങ്കിൽ പ്രോപ്പർ ബെയറിഷ് ട്രെൻഡിലാണ്. ഈവൻ വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയുള്ള ബെയറിഷ്നെസ് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എൻകൾഫിംഗ് സ്ട്രോങ് ക്യാൻഡിലാണ്. ഫർദർ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ അകത്ത്, അതായത് നിഫ്റ്റി ഈ ഒരു റേഞ്ചിന്റെ അകത്ത് തൊട്ട് താഴെ കിടക്കുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു റേഞ്ചിന്റെ അകത്ത് വന്ന് സപ്പോർട്ട് എടുക്കുന്നില്ല. ടെക്നിക്കലി 200 EMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ വീക്കാണ്. 50 മൂവിങ് ആവറേജ്, 50 മൂവിങ് ആവറേജിന്റെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 50 മൂവിങ് ആവറേജിൽ ലാസ്റ്റ് ടൈം അത് 50 മൂവിങ് ആവറേജിൽ നിന്നായിരുന്നു തിരിച്ച് കയറി പോയിട്ടായിരുന്നു മാർക്കറ്റ്. എഗൈൻ ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവുക അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ എത്രത്തോളം പോസിബിൾ ആവും? കാരണം ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ അല്ലെങ്കിൽ സ്ട്രോങ് ബെയറിഷ്നെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. ഒന്നെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്, ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്തിട്ട് സൈഡ് വൈസ് മൂവ്, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കറക്ഷൻ കൂടി എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വോളറ്റിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. ഓരോ ന്യൂസ് വരുന്ന സമയത്തും മാർക്കറ്റിൽ ഓരോ ഡേ ക്യാൻഡലിന്റെ ക്ലോസിങ്ങിനെ നിങ്ങൾക്ക് നോക്കിയാൽ മതി, അത്ര വോളറ്റിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് പൊസിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക, ക്വാണ്ടിറ്റീസ് കുറയ്ക്കുക എന്നുള്ളതാണ്, പൊസിഷൻ സൈസിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പക്ഷെ പൊസിഷൻസ് കുറയ്ക്കുക. കാരണം വോളറ്റിലിറ്റി ആണ്. ചിലപ്പോൾ ഒറ്റയടിക്കുള്ള ഈ ഒരു ക്യാൻഡിൽ പോലത്തെ ക്യാൻഡിൽസ് വന്നതിന് ശേഷം തിരിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിക്കവറി, അത് സസ്റ്റെയിൻ ചെയ്യാതെ പിന്നെ അഗൈൻ താഴേക്ക്, അഗൈൻ മാർക്കറ്റ് മുകളിൽ, ഈ വോളറ്റിലിറ്റി കൂടാനുള്ള ഒരു ചാൻസ് ഇനി വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചക്ക്, ഈ ഒരു മന്ത് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്ത് ഉണ്ടാവും. ഇനി അതല്ല, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇവന്റും മാർക്കറ്റിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. വോളറ്റിലിറ്റിയുടെ കേസിൽ സ്റ്റിൽ മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. ഒരു ലോവർ ഹൈ വന്നു, ഓക്കെ, അവിടുന്ന് സ്ട്രോങ് ആയിട്ട് റിജക്ട് ചെയ്യുന്നു. മേ ബി കുറച്ച് താഴെ കൂടി മാർക്കറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. ബെയറിഷ് ടു സൈഡ് വൈസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതൽ വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ട്. ഈവൻ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ
അമേരിക്കൻ പ്രസിഡന്റ് കാപ്പി കുടിക്കാൻ ഒരു 5 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞാൽ പോലും റിയാക്ട് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. അത്ര വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ട്രേഡ് പ്ലാൻ ഇതാണ്. പൊസിഷൻസ് കുറയ്ക്കുക, പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള SL ഫോളോ ചെയ്യുക. അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാണ്. മാർക്കറ്റ് ഇവിടെ സർവൈവ് ചെയ്തിട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊസിഷൻസ് അഗ്രസീവ്ലി പോയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ലെവലുകളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് എന്റെ ട്രേഡ് പ്ലാൻ ഇങ്ങനെയാണ്. എനിവേ നമുക്ക് ലാസ്റ്റ് വീക്കിലെ സ്റ്റോക്സിന്റെ പെർഫോമൻസ് നോക്കാം. ഓക്കെ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലിസ് GVS ഫാർമ. ബ്ലിസ് GVS ഫാർമ ഏകദേശം നമ്മൾ എൻട്രി ടാപ്പ് ചെയ്തിട്ട് അതിനുശേഷം കണ്ടിന്യൂസ്ലി ചെറിയ ഡൗൺ സൈഡിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ആ ഒരു സ്ട്രോങ് ക്യാൻഡിലിന്റെ 50% വന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അഗ്രസീവ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രഷ് എൻട്രിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ്. ചെറിയ സ്റ്റോപ്പ് ഇവിടെ നിന്ന് വരുള്ളൂ. എനിവേ ഹോൾഡ് ചെയ്യുന്നവർ ഹോൾഡ് ചെയ്യുക. ഈ ഒരു ലെവലിന്റെ താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ലെവലിന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ക്ലോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ടെക്നിക്കൽ എൻട്രി ആണ്, അത് നമ്മൾ ടെക്നിക്കലി മാത്രമേ ഔട്ട് ചെയ്യുന്നുള്ളൂ, എക്സിറ്റ് ആവുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ആയാൽ മതി. ഫർദർ ഈ ഒരു റേഞ്ചിന്റെ അകത്ത് ഒരുപാട് സമയം കൺസോൾട്ടേറ്റ്, അതായത് 2-3 വീക്സ് ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പൊസിഷൻ റെഡ്യൂസ് ചെയ്യാം, എന്നിട്ട് ക്യാപിറ്റൽ സേഫ് ആക്കാം. ആസ് ഓഫ് നൗ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, കഴിഞ്ഞ വീക്കിൽ നമുക്ക് പോസിറ്റീവ്ലി കുറച്ച് മൂവ്മെന്റ് തന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ദീപ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ദീപ് ഇൻഡസ്ട്രീസ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ചെയ്തു. ഏകദേശം നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു നമുക്ക് 7.8 7% മൂവ് തന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അഗൈൻ ആ ഒരു വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്ലോസിംഗ് ആണ് കാണിക്കുന്നത്. എനിവേ ഇവിടെ ഒരു ഫ്രഷ് എൻട്രി ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ സോണിലേക്ക് താഴേക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ റൺ ചെയ്താൽ മതി. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് തന്നു. ഇനി മേ ബി ഒന്ന് ഈ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റ് കിട്ടും. GHCL നമ്മളെ സ്റ്റോപ്പ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് ആ ഒരു ഗ്യാപ് ഡൗൺ വന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സ്റ്റോപ്പിന്റെ ലെവലിന്റെ താഴെയാണ് ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റോക്കിന്റെ അകത്ത് ആസ് ഓഫ് നൗ നമ്മൾ സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലൊക്കെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് സ്റ്റോക്ക് തരാൻ ഇനിയും ആ ഒരു ലെവൽ വാലിഡ് ആണ്. തിരിച്ച് ഈ ഒരു സ്റ്റോക്ക് ഈ ലെവലിന്റെ അപ്പുറത്തേക്ക് ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ADF ഫുഡ്സും ഏകദേശം ആ ഒരു കൺസോൾട്ടേഷനുള്ള ലെവലിലേക്ക് എൻട്രി ടാപ്പ് ആവുന്നു. ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക്, ആ കൺസോൾട്ടേഷന്റെ താഴത്തെ തന്നെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക, എക്സിറ്റ് ചെയ്യേണ്ട. ആ ഒരു ലെവലിന്റെ താഴെ വരികയാണ്, ഈ ഒരു ലെവലിന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ക്യാൻഡിൽ ഈ ഒരു ലെവലിന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്യുക, ലീവ് ചെയ്യുക. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റൂയിൻ ചെയ്തിട്ടുള്ള ഒരു ഗെയിമിലും എൻ്റർ ചെയ്യരുത്. ദെൻ എയറോഫ്ലെക്സും സിമിലർ കേസ് ആണ്. ഒരേ പാറ്റേൺ ഈ ഒരു ലെവലിൽ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ട്രേഡ് എന്ത് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു. സേഫ് പ്ലേയേഴ്സ് ഇതിന്റെ എബോവ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 200, 230, 232 ലെവലിന്റെ എബോവ്. ഓക്കെ, ആ ഒരു ലെവലിൽ ജസ്റ്റ് ഒന്ന് ട്രേഡ് നടന്നതിന് ശേഷം താഴേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് എടുക്കാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഒരു 1 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരുപാട് പേര് എടുത്തവരും ഉണ്ട്. എടുത്തവർ എന്തായാലും സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലീവ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ലെവല്, ഈ ഒരു സ്റ്റോക്കിന് ഈ ഒരു ലെവലിന്റെ അബോവ് പ്രൈസ് എപ്പോഴാണ് വരുന്നത് സ്റ്റിൽ നമുക്കത് വാലിഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ഈവൻ ദ വോളറ്റൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബാരിഷ് മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നമ്മളെ സ്ക്രീനറിൽ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ വന്നുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അപ്പം അതിന്റെ ലെവൽസ് നോക്കാം. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇംപി ഇൻഡസ്ട്രീസ്, EMMBI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു സ്റ്റോക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരിഷ് റണ്ണ് നടത്തുന്നു, അല്ലെങ്കിൽ ബേഴ്സിന്റെ റണ്ണ് നടത്തുന്നു. 2020 ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, കൺസോൾട്ടേറ്റ് ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കഴിഞ്ഞൊരു 4 വർഷത്തെ റൺ എന്ന് പറയുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഒരു പാറ്റേൺ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു റിവേഴ്സൽ കാൻഡിഡേറ്റ് ആണ്. ഇത് സ്ട്രോങ് റിവേഴ്സൽ കാൻഡിഡേറ്റ് ആണ്. മാർക്കറ്റ് കണ്ടീഷൻ ഒന്ന് ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് തരേണ്ട ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ സ്റ്റിൽ നമുക്ക് ഇതിന്റെ അകത്ത് 2 രീതിയിൽ എൻട്രി ചെയ്യാം. ഇപ്പൊ നിൽക്കുന്ന ഈ 156 അല്ലെങ്കിൽ 153 എന്ന് പറയുന്ന ലെവലിൽ എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് എന്ത് ചെയ്താൽ മതി, 135 കീപ്പ് ചെയ്താൽ മതി. 135 റേഞ്ചിൽ കീപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ഏകദേശം നമുക്കൊരു 135 നമുക്കൊരു 10%, 11% വരും. ഇനി അത്ര അഗ്രസീവ് ആയിട്ട് പോകാൻ താല്പര്യമില്ലാത്തവര് എന്ത് ചെയ്താൽ മതി, 138ന്റെ താഴെ കീപ്പ് ചെയ്താൽ മതി.
138 ആണെന്നുണ്ടെങ്കിൽ 9% സ്റ്റോപ്പ് വരും. ഇനി കുറച്ച് സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു സോണ് കൺസിഡർ ചെയ്തിട്ടാണ് പറഞ്ഞത്. കുറച്ചുകൂടി സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 2 ലൈൻസ് അല്ലെങ്കിൽ ഒരു സോൺ മുകളിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 165 എന്ന് പറയുന്ന റേഞ്ചിന്റെ എബോ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സേഫ് പ്ലേയേഴ്സ് ഇവിടെ റിസ്കി ഗെയിം ആണ്. ഇനി സേഫ് പ്ലേയേഴ്സിന് ആ ലെവലിന്റെ എബോ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ അതിന്റെ എബോ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് 165 66 എന്ന് പറയുന്ന ലെവൽസ്. ഇതിന്റെ അകത്ത് റിസ്കി പ്ലേയേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷനിൽ എൻട്രി നടത്താൻ പറ്റും. നമുക്ക് ഈ ഒരു ലെവൽ 168 170 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 181 190 ഫൈനൽ. ഈ ലെവൽസ് ആണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ഇപ്പോൾ 65ന്റെ മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 178 180 അതേപോലെ തന്നെ 190 ഈ 2 ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കിയതിന് ശേഷം റിസ്ക് എടുത്താൽ മതി എന്നുള്ളത് മാത്രമാണ് പറയാം. പിന്നെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര സ്റ്റോപ്പ് മാത്രം അല്ലെങ്കിൽ അത്ര ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. അതിന്റെ അകത്ത് റാൻഡം ക്വാണ്ടിറ്റി ഇപ്പോൾ 156 രൂപയുടെ ഒരു സ്റ്റോക്ക് ആകുമ്പോൾ നിങ്ങൾ കരുതുന്നത് ഒരുപാട് രൂപയ്ക്ക് വാങ്ങിയാൽ ഒരുപാട് റിട്ടേൺസ്. അതേപോലെ തന്നെ ഇൻ കേസ് അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ നല്ല നഷ്ടം വരും. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡൈനാമിക് കേബിൾസ് ലിമിറ്റഡ്, DYCL ലിമിറ്റഡ്. ഓക്കെ, വീക്കിലിയിൽ സ്ട്രോങ് ബുൾ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡെയിലി ക്യാൻഡിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളൊരു എൻട്രി എന്ന് പറയുന്നത് ഫ്രൈഡേത്തെ ക്യാൻഡിലിന്റെ എബോ, അതായത് 1060ന്റെ എബോ മാത്രം കൺസിഡർ ചെയ്യുക. ആ ഒരു ലോയില് മാത്രം സ്റ്റോപ്പും കീപ്പ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 980 78 എന്നൊക്കെ പറയുന്ന റേഞ്ചിന്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യും. 8%ന്റെ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇതിന്റെ എബോ മാത്രം കൺസിഡർ ചെയ്യും. ഇനി കുറച്ചുകൂടി സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1900 1903 ശേഷം കൺസിഡർ ചെയ്ത്, അതായത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇപ്പൊ ഇവിടെ ഈ ഒരു 1060ന്റെ എബോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ടാർഗറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 1160 അതേപോലെ തന്നെ 200 1260 എന്ന് പറയുന്ന ഈ 3 ലെവൽസ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ്. ഈ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോക്ക് മൂവ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ എബോ ആണ് എൻട്രി പറയുന്നത്. ഇനി ചാടിക്കേറി അടുത്തൊരു ദിവസം ഈ ലെവലിൽ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് തന്നെ ബൈ ചെയ്തിട്ട് സ്റ്റോക്കിന് ഞാൻ എന്ത് ചെയ്യണം, അതിൽ പ്രസക്തി ഇല്ല. നമ്മൾ പറയുന്ന പ്രൈസ് ആക്ഷൻ ഈ ലെവലിന്റെ മിനിമം ഈ ലെവലിന്റെ മുകളിലാണ്. സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെവലിന്റെ മുകളിൽ കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗരുഡ കൺസ്ട്രക്ഷൻസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഇവിടെ ഡെയിലി ക്ലോസിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു വിക്ക് അല്ലെങ്കിൽ റിജക്ഷൻ ആണ്. ഓക്കെ, എനിവേ വീക്ക്ലി ആണെന്നുണ്ടെങ്കിൽ അവിടെ റിജക്ഷൻ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് 119 അല്ലെങ്കിൽ 120ന്റെ എബോ, 119 അല്ലെങ്കിൽ 120, സ്പെസിഫിക്കലി 120ന്റെ എബോ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 108ന്റെ താഴെ ലാസ്റ്റത്തെ 2 ഡെയിലി ക്യാൻഡിൽസിന്റെ താഴെയാണ് വരുന്നത്. ശരിക്കും നമുക്ക് റിസ്കി പ്ലേയേഴ്സിനൊക്കെ ഈ സോണിന്റെ അകത്ത് എവിടെയും എൻട്രി എടുത്തിട്ട് ലാസ്റ്റത്തെ വീക്കിലി ക്ലോസിംഗിന്റെ താഴെ സ്റ്റോപ്പ് വെക്കാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ സ്റ്റോപ്പ് ലോസും വലിയ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അത്തരത്തിലേക്ക് മൂവ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 120ക്ക് അബോവ് കയറിയിട്ട് 108ന്റെ അല്ലെങ്കിൽ 106ന്റെ താഴെ സ്റ്റോപ്പ് വെച്ചാൽ മതി. ഈ ഒരു ലെവലിന്റെ താഴെ സ്റ്റോപ്പ് വെച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റിജക്ട് ചെയ്തിട്ടുള്ള വിക്കിന്റെ ഏരിയ, അതായത് 129 എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. 136 സെക്കൻഡ്, 143 ഫൈനൽ ടാർഗറ്റ്. ഈ ഫൈനൽ ടാർഗറ്റ് ഞാൻ ഒരു ഷോർട്ട് ടേം പീരീഡ് ആണ്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 2 to 3 വീക്സ് ആണ്. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ട് മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക ടൈം പീരീഡിനനുസരിച്ച്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രീവിയസ് കോട്ടൺ ലിമിറ്റഡ്. ഓക്കെ, ഗ്രീവിയസ് കോട്ടൺ ലിമിറ്റഡ് ആണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്, അതായത് മൾട്ടി ഇയറിന്റെ റേഞ്ച്. ഇപ്പൊ 2022 ശേഷം ഈ ഒരു പ്രൈസ് എന്ന് പറയുന്ന ലെവൽ 260ന്റെ എബോ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 230 ആണ്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റത്തെ 2 ഡേ ക്യാൻഡിലിന്റെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ വീക്കിലി ക്യാൻഡിലിന്റെ ഒക്കെ എബോ മാത്രമാണ് നമുക്ക് ഇവിടെ ട്രേഡ് വരുന്നുള്ളൂ. ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട്, ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പൊ ചാടി കയറി ഇതിന്റെ അകത്തൊന്നും ആരും എൻട്രി എടുക്കാതിരിക്കുക. ഇനി അവിടെ ഒരു എൻട്രി 260ക്ക് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 230 ആണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് 11% ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമുക്ക് ടാർഗറ്റും വരുന്നുണ്ട്. നമ്മൾ 280 300 320 280 300 320 ആണ് നമ്മൾ ടാർഗറ്റ്സ് വരുന്നത്. അപ്പൊ ഇത് എബോവ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞുള്ളതാണ്, അതിന്റെ മുകളിൽ മാത്രം കൺസിഡർ ചെയ്യാം. ദെൻ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ടൈംസ് GTY.
ടൈംസ് ഗ്യാരണ്ടി ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇതാണ് നമ്മളെ സിമ്പിൾ വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിന്റെ അകത്ത് ഈ സ്റ്റോക്ക് ഓൾറെഡി ഒരു ബ്രേക്ക് വീക്ക്ലി ക്യാൻഡിൽ ഒരു സ്റ്റോക്ക് ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിന്റെ അകത്തേക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ 50% അകത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 186 കിടക്കുന്നത്, ഒരു 176 സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. നമുക്കൊരു 154 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഈ ഒരു റേഞ്ചിന്റെ അകത്ത് കിട്ടുകയാണ്, ഇപ്പൊ എവിടെയും കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് വരും. അപ്പൊ നമുക്ക് ഒരു 50% കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിനനുസരിച്ച് മാത്രം കൺസിഡർ ചെയ്യുക. ഇനി അതല്ല, ഈ ഒരു ക്യാൻഡിലിന്റെ അതായത് 186 തന്നെ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ സ്റ്റോപ്പ് ലോസ് വരും. അവിടെ 155 ഒക്കെയാണ് നമ്മളെ ലെവൽസ് വരുന്നത്. നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 200, 220 എന്ന ലെവൽസ് ആണ് നമ്മൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്. പിന്നെ നമുക്ക് ഫർദർ സ്റ്റോക്കുകൾ വരുന്നത് ശൈലി എഞ്ചിനീയറിംഗ്, പിന്നെ അതേപോലെ തന്നെ ന്യൂജൻ ടെക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇത് ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റി വഴി അപ്ഡേറ്റ് ചെയ്യാം, അതായത് കുറച്ചുകൂടി ബെറ്റർ. വീഡിയോ ഓൾറെഡി ലെങ്തി ആണ്, അപ്പൊ ഇതിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മളെ സ്റ്റോക്കുകൾ വരുന്നത് ഇംപി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, DYCL, അതേപോലെ തന്നെ ഗ്രീവിയസ് കോട്ടൺ, ഗരുഡ കൺസ്ട്രക്ഷൻസ്, ഗ്രീവിയസ്, ടൈംസ് ഗ്യാരണ്ടി. അപ്പൊ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് മിക്ക സ്റ്റോക്കിന്റെ അകത്ത് ഞാൻ പറയുന്നത് എബോവ് എൻട്രീസ് ആണ്. അതായത് ഇന്ന ലെവലിൽ പ്രൈസ് ആക്ഷൻ ഇന്ന ലെവലിന്റെ മുകളിൽ വരുമ്പോൾ, അതിന്റെ ലെവലിന്റെ മുകളിൽ വരുമ്പോൾ മാത്രം എൻട്രി കൺസിഡർ ചെയ്താൽ മതി. എഗൈൻ ഞാൻ പറയുന്നു, മാർക്കറ്റ് കണ്ടീഷൻസ് വോളറ്റിലിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോളറ്റിലിറ്റി ആണ് മാർക്കറ്റിൽ കൂടുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസ് മാത്രം പ്ലാൻ ചെയ്താൽ മതി. താങ്ക് യു.